ഇന്ന് നമുക്ക് നൗൺ എന്താണെന്ന് പഠിക്കാം. എന്താണ് നൗണ്? നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വേർഡാണ് അല്ലേ. അത് സ്ഥലങ്ങൾക്കോ മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വസ്തുക്കൾക്കോ പേര് നൽകുന്ന ഒരു വേർഡാണ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നൗൺ ഈസ് എ വേർഡ് വിച്ച് ഗിവ്സ് ദി നെയിംസ് ഫോർ പേഴ്സൺ, എനിമൽ, തിങ് ഓർ എനി മെറ്റീരിയൽസ് ഓർ തിങ് ഓർ പ്ലേസസ്. ഓക്കെ, അപ്പോൾ നൗൺ എന്താണെന്ന് മനസ്സിലായല്ലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗേൾ ഒരു നൗണാണ്, ബോയ് ഒരു നൗണാണ്. ഇപ്പം നിങ്ങളുടെ പേരെന്താണോ, ഇപ്പോൾ രാഹുൽ എന്നാണെങ്കിൽ രാഹുൽ ഒരു നൗണാണ്. ഗോൾഡ്, സിൽവർ, ഇതൊക്കെ നൗണാണ്. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത തരം നൗണുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നൗണുകളെ നമ്മൾ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്നാമത്തത് കോമൺ നൗണാണ്. എന്താണ് കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ? കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ജനറലായി നമ്മൾ കൊടുക്കുന്ന പേര് ചില വസ്തുക്കൾക്കോ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനോ നമ്മൾ ജനറലായി കൊടുക്കുന്ന പേരാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബോയ് ഒരു കോമൺ നൗണാണ്, ടീച്ചർ ഒരു കോമൺ നൗണാണ്, ഗേൾ ഒരു കോമൺ നൗണാണ്. ഓക്കെ, എന്നാൽ അടുത്തത് പ്രോപ്പർ നൗണാണ്. എന്താണ് പ്രോപ്പർ നൗൺ? ഒരു വ്യക്തിക്കോ മൃഗത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒന്നിനോ നമ്മൾ പ്രത്യേകമായി സ്പെഷ്യലായി കൊടുക്കുന്ന പേരാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോയ് ഒരു കോമൺ നൗണാണ് അല്ലേ. അപ്പോൾ ആ ബോയിയുടെ പേരാണ്, പ്രോപ്പർ നൗണാണ് രാഹുൽ. അപ്പോൾ രാഹുൽ എന്നത് പ്രോപ്പർ നൗണാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് പ്രോപ്പർ നൗണാണ്. അപ്പോൾ കോമൺ നൗണും പ്രോപ്പർ നൗണും പഠിച്ചു അല്ലേ. ഇനി എബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, മൂന്നാമത്തെ ടൈപ്പ്. എബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്വാളിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫീലിങ്ങിനോ ഇമോഷനോ അങ്ങനെ നമ്മൾക്ക് ടച്ച് ചെയ്യാനോ കാണാനോ സാധിക്കാത്ത എന്നാൽ അതുണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് എബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ഉദാഹരണം കറേജ്. നമുക്ക് കാണാൻ പറ്റുമോ, തൊട്ട് നോക്കാൻ പറ്റുമോ? പക്ഷേ കറേജ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഒരു നൗണാണ്, അത് എബ്സ്ട്രാക്റ്റ് നൗണാണ്. കൈൻഡ്നെസ് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? ഇല്ല, പക്ഷേ കൈൻഡ്നെസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു എബ്സ്ട്രാക്റ്റ് നൗണാണ്. മനസ്സിലായല്ലോ. അടുത്തത് മെറ്റീരിയൽ നൗൺ എന്ന് പറയും. എന്താണ് മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു വസ്തു, ആ വസ്തു കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് അങ്ങനെയുള്ള വസ്തുക്കൾക്ക് കൊടുക്കുന്ന പേരാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഉദാഹരണം ഗോൾഡ് ഒരു മെറ്റീരിയൽ നൗണാണ്. ഗോൾഡ് കൊണ്ട് നമുക്ക് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കോട്ടൺ ഒരു മെറ്റീരിയൽ നൗണാണ്. കോട്ടൺ കൊണ്ട് നമുക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോട്ടൺ ഒരു മെറ്റീരിയൽ നൗണാണ്. അപ്പോൾ എന്താണ് നൗൺ എന്നും 4 തരം നൗണുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു അല്ലേ. നൗൺ എന്താണെന്ന് പഠിച്ചു. നൗണ് നമ്മൾ ഒരു വേർഡാണ്, പേര് കൊടുക്കുന്ന വേർഡാണ് നൗൺ എന്ന് പഠിച്ചു നമ്മൾ അല്ലേ. അതേപോലെ തന്നെ 4 ടൈപ്പ് നൗണുകളുണ്ടെന്ന് പഠിച്ചു. കോമൺ നൗൺ, പ്രോപ്പർ നൗണ്, എബ്സ്ട്രാക്റ്റ് നൗണ്, മെറ്റീരിയൽ നൗൺ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു ഇല്ലേ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.